എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. ഞാൻ ഫിസിഷ്യനാണ്. താരൻ ഒക്കെയുള്ള ആളുകൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷാമ്പു ഏതാണ് എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, താരൻ മാറാനാണെങ്കിൽ നിങ്ങൾ താരൻ്റെ ഷാമ്പൂസ് ഡെയിലി യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ആക്ച്വലി പറയുകയാണെങ്കിൽ കീറ്റോകോണസോൾ കണ്ടൻറ്റുള്ള ഷാമ്പൂസൊക്കെ ഡെയിലി യൂസ് ചെയ്താൽ മുടിക്ക് ഡാമേജ് ഉണ്ടാക്കും. മുടിൻ്റെ കെരാറ്റിൻ ഷീത്ത് അത് ഡാമേജ് ആക്കിയിട്ട് മുടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് താരൻ വേണ്ടിയിട്ടുള്ള ഷാമ്പൂസ് ഡെയിലി യൂസ് ചെയ്യരുത്. അത് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 തവണ മാത്രം, ആഴ്ചയിൽ 2 തവണ മാത്രം യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ താരൻ മാറാൻ എന്താ ചെയ്യുക? ചില ആളുകൾക്ക് താരൻ എല്ലാ ദിവസവും ഭയങ്കര കൂടുതലായിട്ട് ഒരു ദിവസം വാഷ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിവസം ഷാമ്പു വെച്ചില്ലെങ്കിൽ ഭയങ്കര കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്താ ചെയ്യുക? അവർക്കൊക്കെ ചെയ്യാൻ വഴികളുണ്ട്. 2 വഴികളുണ്ട്. ഒരെണ്ണം എന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള വഴി. ഞാൻ അതിന് മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് 2 ദിവസം പഴകിയ കഞ്ഞിവെള്ളം ഓപ്പണായിട്ട്, അതായത് എവിടെയെങ്കിലും നിങ്ങളൊരു ചെമ്പിൽ കഞ്ഞിവെള്ളം കുറച്ച് തിളപ്പിച്ചിട്ട് കഞ്ഞിവെള്ളം എടുക്കുക. എന്നിട്ട് അത് ഓപ്പണായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും വെക്കുക. കുറച്ച് വറ്റും വേണം അതിൽ. അങ്ങനെ ഓപ്പണാക്കി വെക്കുക. ഫ്രിഡ്ജിലൊന്നും വെക്കാതെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് അതിൻ്റെ മൂടി തുറന്ന് വെക്കുക. അങ്ങനെ 2 ദിവസം കഴിയുമ്പോൾ അത് കേടായിട്ടുണ്ടാവും, അത് ഫെർമെൻ്റ് ആയിട്ടുണ്ടാവും. അതിൻ്റെ മുകളിലുള്ള ലെയറിൽ പാട പോലെ വന്നിട്ടുണ്ടാവും. ആ പാട തലയിൽ നന്നായിട്ട് ഉരച്ച് കുറച്ച് നേരം തേക്കുക. ബാക്കിയുള്ള കഞ്ഞിവെള്ളം തലയിൽ കൂടി ഒഴിക്കുക. സ്മെല്ലുണ്ടാവും, അത് സഹിക്കണം. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ നിങ്ങൾ മാസത്തിൽ 2 തവണ ചെയ്താൽ നിങ്ങൾക്ക് താരൻ കംപ്ലീറ്റ് പോവും. അതൊരു കാര്യമാണ്. അത് വളരെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, 2 ദിവസം മുഴുവൻ പഴകിയ 48 hours മൊത്തത്തിൽ പഴകിയ കഞ്ഞിവെള്ളമായിരിക്കണം. മാത്രമല്ല അത് ഫ്രിഡ്ജിലല്ല വെക്കേണ്ടത്, ഓപ്പൺ ആക്കിയിട്ട് വേണം വെക്കാൻ. അതിൻ്റെ ചെമ്പിൽ അടപ്പ് വെക്കരുത്, ഓപ്പണാക്കി വെക്കുക. അതും എവിടെയെങ്കിലും റൂം ടെമ്പറേച്ചറിൽ. അതാണ് നാച്ചുറൽ വഴി. ഇനി അതല്ല നിങ്ങൾക്ക് അതൊക്കെ ബുദ്ധിമുട്ടാവും എന്നുണ്ടെങ്കിൽ ഗൾഫിലൊക്കെ ഉള്ളവർക്കോ അല്ലെങ്കിൽ സ്റ്റുഡൻസിനോ നാച്ചുറൽ ആയിട്ടുള്ള ആ വഴി ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ, യൂഷ്വലി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, അവർക്ക് ഷാമ്പൂസ് ഉണ്ട്. ഷാമ്പൂസ് യൂസ് ചെയ്യുക. അതായത് വീക്ക്ലി 2 യൂസ് ചെയ്യുക അല്ലെങ്കിൽ വീക്ക്ലി 1 യൂസ് ചെയ്യാനുള്ള ഷാമ്പൂസ്. പക്ഷേ അത് വെച്ചിട്ടൊന്നും താരൻ കംപ്ലീറ്റ് ആയിട്ട് മാറില്ല. അതൊരു വാസ്തവമുള്ള കാര്യമാണ്. അപ്പോൾ അതിന് ബദലായിട്ട് ഒരു കാര്യം ചെയ്യുക. പക്ഷേ അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ആദ്യം, ഞാൻ വീണ്ടും പറയാം, എക്സ്പെൻസീവാണ്. ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. അതുകൊണ്ട് അത് എല്ലാവരും ചെയ്യണമെന്നില്ല. എന്താ വെച്ചാൽ കെരാസ്റ്റേസ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ, കെരാസ്റ്റേസ് എന്ന് പറയുന്നത് ലോറിയൽ പാരീസിൻ്റെ ഒരു ബ്രാഞ്ചാണ്. ഒരു ബ്രാൻഡ് മീൻസ് അതിൻ്റെ ഒരു ബ്രാഞ്ച് മദർ കമ്പനി ലോറിയലാണ്. അതിൻ്റെ ഒരു വൺ ഓഫ് ദി ബ്രാഞ്ച്. ആ കെരാസ്റ്റേസ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ആൻറ്റി പെല്ലിക്വർ ഷാമ്പു ഉണ്ട്. ആൻറ്റി പെല്ലിക്വറിൻ്റെ ഷാമ്പു, ആ ഷാമ്പു നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. കാരണം അതിൽ കീറ്റോകോണസോൾ കണ്ടൻറ്റ് ഇല്ല. ദാറ്റ് ക്യാൻ ബി യൂസ് ഡെയിലി. ആൻഡ് ഓൾസോ അതിൻ്റെ കൂടെ ഒരു ആൻറ്റി പെല്ലിക്വർ മാസ്ക് ഉണ്ട്, ഹെയർ മാസ്ക്. അതും നിങ്ങൾക്ക് വീക്ക്ലി ഒരു 2 ആ ഹെയർ മാസ്ക് തലയിൽ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളഞ്ഞാൽ, ഈ ഷാമ്പു വെച്ച് വാഷ് ചെയ്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് താരൻ എന്ന് പറയുന്ന സംഭവത്തിനെ കൊണ്ട് ഒരു പ്രശ്നവും പിന്നീട് ഉണ്ടാവാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ മാറും ചെയ്യും. നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു സ്കിന്നൊക്കെ വളരെ ഹെയറൊക്കെ വളരെ നല്ല സ്മൂത്തായിട്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് അത് മുന്നോട്ട് താരൻ്റെ ഇഷ്യൂസ് ഭാവിയിൽ വരാതെയും നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും. കാരണം എന്താ വെച്ചാൽ താരൻ എന്ന് പറയുന്നത് നമ്മൾ എത്ര നോക്കിയാലും വീണ്ടും വരും. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് വീണ്ടും വരുമ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ അത് പടർന്ന് ഫുള്ളും തലയിൽ ആവും. അപ്പോൾ ആദ്യത്തെ നിമിഷം തന്നെ നമ്മളിപ്പോൾ ഡെയിലി ഷാമ്പൂയിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അങ്ങനത്തെ ഒരു അവസരത്തിൽ അത് കൂടാതെ അത് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ പോയിക്കോളും. അതേപോലെ തന്നെ ഓൾറെഡി എത്ര ഡാമേജ്ഡ് ആയിട്ടുള്ള ഇതാണെങ്കിലും ശരി, എത്ര മീൻസ് താരനാണെങ്കിലും, എത്ര പഴയ താരനാണെങ്കിലും, എത്ര ഡാമേജസ് നിങ്ങൾ ഹെയർ ഫോളിക്കിൾ ഉണ്ടാക്കിയാലും ശരി, ഇത് ആൻറ്റി പെല്ലിക്വർ ഷാമ്പു വെച്ച് വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ കുറേ ഒരു ഗുണങ്ങൾ കിട്ടുന്നത് മനസ്സിലാവും. യു ക്യാൻ യൂസ് ഇറ്റ്. അതും വേറൊരു കാര്യം കൂടി പറയണം. ഈ ഷാമ്പൂസ് രണ്ടും, ഞാൻ ഇപ്പോൾ പറഞ്ഞ കെരാസ്റ്റേസിൻ്റെ മാസ്കും ഷാമ്പുവും ആൻറ്റി പെല്ലിക്വർ എന്ന് പറഞ്ഞ് അത് തന്നെ വാങ്ങണം കേട്ടോ. അതല്ലാതെ കെരാസ്റ്റേസിൻ്റെ വേറെ ഉണ്ട്. ഇത് സ്പെസിഫിക് ഡാൻഡ്രഫിൻ്റെ ആണിത്. അതാണ് മാസ്കും ഷാമ്പുവും ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങുമ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ആമസോൺ ക്യാൻ ബി ഫേക്ക് പ്രൊഡക്റ്റ് ഇറങ്ങാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും കെരാസ്റ്റേസിൻ്റെ, നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും, കെരാസ്റ്റേസിൻ്റെ പ്രൊഡക്ട്സ് കിട്ടുന്നത് നിങ്ങളുടെ സിറ്റിയിൽ എവിടെയാണെന്ന്. അവരുടെ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിക്കുകയായിരിക്കും നല്ലത്. എനിക്കൊന്നും മേജർ സിറ്റീസിലൊക്കെ കാണുള്ളൂ. അപ്പോൾ വൺസ് ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് അങ്ങനെ ആ ഒരു റൂട്ട് അല്ലെങ്കിൽ അവർ കെരാസ്റ്റേസിൻ്റെ വെബ്സൈറ്റിന് ഡയറക്റ്റ് ഓർഡർ ചെയ്യുകയായിരിക്കും നല്ലത്. പിന്നെ പറയാം, ദിസ് ഈസ് നോട്ട്
ചെറിയ പൈസ അല്ല അതിന്. ആക്ച്വലി പറയുകയാണെങ്കിൽ ഇതിന് ഒരു സെഷൻ SCT ചെയ്യുന്നതിൻ്റെ പൈസേൻ്റെ അടുത്ത് വരും ഈ 2 കൂടി കൂടുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക, എല്ലാവരും ചെയ്യണം എന്നല്ല പറയുന്നത്. അങ്ങനെ അത് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു 2 സാധനങ്ങൾ വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു ഓപ്ഷനിലോട്ട് മാറാം. അതും നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്. താങ്ക് യു.